കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ ഇവയെല്ലാം സ്വാഭാവികമായ നിലയിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഇത് വാസ്തവത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്വാധീനിക്കുന്നതായ ഒന്നാണ്. പലപ്പോഴും മനുഷ്യരെ തകർത്ത് കളയുന്ന ആഴമേറിയതായ ദുഃഖത്തിലേക്കും അല്ലെങ്കിൽ നിരാശയിലേക്കും കൊണ്ടുപോകുന്നതായ ഒന്നാണ്. ഒരുപക്ഷെ ജീവിതത്തെ മുഴുവനായി തകർക്കുവാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കടന്നു വരാറുണ്ട്. ഏറ്റവും രസകരമായ കാര്യമെന്നും എന്താണെന്ന് ചോദിച്ചാൽ, കഷ്ടതകളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആകസ്മികമാണ് അല്ലെങ്കിൽ അപ്രതീക്ഷിതമാണ്. നമ്മുടെ ജീവിതത്തിന് ഏറ്റവും സുഖകരമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്, അല്ലെങ്കിൽ നല്ല നല്ല അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, സന്തോഷപൂർണതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴായിരിക്കും അപ്രതീക്ഷിതമായിട്ട് പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. ഇയ്യോബിന്റെ ജീവിതത്തിൽ നാം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, തൻ്റെ ജീവിതം ഏറ്റവും ഉന്നതമായ സന്തോഷത്തിൽ, സമാധാനത്തിൽ, അതിൻ്റെതായ ഒരു ഉന്നതമായ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോഴാണ് പെട്ടെന്ന് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഒരു ദിവസം ഇയ്യോബിന്റെ പുത്രന്മാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ നിന്ന് തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്നു കാളകളെ കൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയും ആയിരുന്നു. പെട്ടെന്ന് ചെബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ട് പോവുകയും വേലക്കാരെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊള്ളുകയും ചെയ്തു. ഇവരെ നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. ഒരു ദിവസം ഇയ്യോബിന്റെ പുത്രന്മാരും പുത്രിമാരും അവരൊരു സാധാരണ ദിനചര്യയാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അവരോരോ മക്കളുടെയും ഭവനത്തിൽ ഒത്തൊരുമിച്ച് കൂടുക, അവർ ഭക്ഷണം കഴിക്കുക, സന്തോഷിക്കുക, അന്യോന്യം കൂട്ടായ്മ ആചരിക്കുക. അങ്ങനെ ഒരു അപ്പൻ എന്ന നിലയിൽ, ഒരു കുടുംബത്തിൻ്റെ തലവൻ എന്ന നിലയിൽ, 10 മക്കളുടെ അപ്പൻ എന്ന നിലയ്ക്ക് ഇയ്യോബ് സന്തോഷിക്കുന്നതായ അവസരങ്ങളാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങൾ ഏറ്റവും അധികമായിട്ട് ഉയർന്നു നിൽക്കുന്നെന്ന് ചിന്തിക്കുന്നതായ തലങ്ങളാണ് വാസ്തവത്തിൽ ഇയ്യോബിന്റെ ജീവിതത്തിൽ. അങ്ങനെ അപ്രകാരം ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് ആ തകർച്ചകളുടെ ഒരു പെരുമഴ കടന്നു വരുന്നത്. അവനുള്ളതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടതായ ഒരു ചരിത്രമാണ് ഇയ്യോബിന് പിന്നീട് കേൾക്കേണ്ടി വന്നത്. ഓരോരുത്തരായിട്ട് കടന്നു വരികയാണ് ഓരോ അപകടങ്ങളും അറിയിക്കുവാൻ വേണ്ടി. അതിന് 18-ാം വാക്യം വായിക്കാം. 18-19. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു, നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്നു വീടിലേക്ക് മരിച്ചു. അത് യവനക്കാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി. ഇവരെ നിന്നെ അറിയിക്കാൻ ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചു. തന്റെ മക്കൾ ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ട് ഇത് ആ സന്തോഷത്തിൻ്റെതായ കൊടുമുടിയിൽ നിന്നും നിരാശയുടേതായ താഴ്വരയിലേക്ക് വീണതായ ഒരു അനുഭവമായിരുന്നു ഇയ്യോബിന്. ഇയ്യോബിന്റെ ജീവിതം നൽകുന്നതായ ഒരു വലിയ പാഠമുണ്ട്. എങ്ങനെയാണ് പ്രശ്നങ്ങളെ നോക്കിക്കാണേണ്ടത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. അതുകൊണ്ട് അനേകർക്കും അത് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വീണു പോകുന്നതായ കാര്യങ്ങൾ കാണാൻ കഴിയും. ഈ കഷ്ടതകളും ദുരന്തങ്ങളും കൊണ്ടുവന്നതായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. കഷ്ടതകളും ദുഃഖങ്ങളും ദുരന്തങ്ങളും എങ്ങനെ നോക്കിയാലും
ഒരു നെഗറ്റീവായ ഫലമാണ് ആത്യന്തികമായിട്ട് കൊണ്ടുവരുന്നത്. എന്നാൽ ഈ മോശമായ അനുഭവങ്ങളുടെ ഇടയിലും ദൈവം ചില അനുഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ആ കാര്യമെന്ന് പറയുന്നത്. നമുക്ക് ദൈവികമായൊരു അറിവ് അല്ലെങ്കിൽ കാഴ്ചപ്പാടുണ്ടായിരിക്കണം ഇതിനെക്കുറിച്ച്. ഈ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ പ്രശ്നങ്ങളെക്കുറിച്ച്, ദുരന്തങ്ങളെക്കുറിച്ച് ഒരു ദൈവികമായ കാഴ്ചപ്പാടോടുകൂടിയാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമുക്കതിനെ ഫലപ്രദമായിട്ട് നേരിടുവാൻ കഴിയും. 1 തെസ്സലോനിക്കർ 4:13 സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പൗലോസ് പറയാണ്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച്, മരിച്ചു പോയവരെ കുറിച്ച് മനുഷ്യർ സാധാരണയായി ദുഃഖിച്ച് കരയുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവർ വേർപെട്ടു പോകുമ്പോൾ ദുഃഖിച്ച് കരയുന്നത് ഈ മരണത്തിനും അപ്പുറമുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടത്. കാരണം അവർക്ക് ആ പ്രതീക്ഷകളില്ല, പ്രത്യാശകളില്ല, വരുവാനുള്ള ലോകത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. എന്നിട്ട് പോലെ പറയണം, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ അറിവാണ് നമ്മെ പ്രാപ്തരാക്കുന്നത് അതിനെ നേരിടുവാൻ. ഇവിടെ നിന്ന് ഒരാൾ കടന്നുപോയി കഴിഞ്ഞാൽ എവിടെയാണ് ചെല്ലുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി അവനെ കാണാൻ കഴിയുമോ എന്നൊക്കെയുള്ളതായ ഒരു തിരിച്ചറിവ് വരുമ്പോഴാണ് നാം അതിനെ അതിജീവിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് സമീപിക്കുന്നത്, ഇതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ഒടുവിൽ എന്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്ക് അത് ഉറപ്പുമാകും. പൗലോസ് ഈ ലേഖനത്തിൽ അനേക തവണ എടുത്തെടുത്ത്, ഒരുപക്ഷെ നമുക്ക് ഈ കടന്നു പോകുന്ന വിഷയങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ വേറിട്ട് നിൽക്കുന്നതായ ഒരു സെന്റൻസ് ആയിട്ടാണ് സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് വീണ്ടും വീണ്ടും പൗലോസ് പറയുന്നത്. ഈ ലേഖനം എഴുതപ്പെട്ടതായ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പൗലോസ് അത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. റോമൻ തടവിൽ കഴിയുന്നതായ സമയത്താണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അക്കാലത്ത് റോമൻ തടവറ എന്ന് പറയുന്നത് ഏറ്റവും ഭീകരമായ ഒന്നാണ്, കഠിനമായ ഒന്നാണ്, തികച്ചും ഏകാന്തമായ, ഇരുട്ട് നിറഞ്ഞതായ, തണുത്ത പ്രതലങ്ങളുള്ളതായ, വേദന നിറഞ്ഞതായ ഒരു അന്തരീക്ഷമാണ്. ഈ തടവറയിൽ കിടക്കുന്നതായ തടവുകാരന്റെ കാലുകളൊക്കെയും ആമത്തിൽ പൂട്ടിയിടുകയാണ്. അവന് ചലിക്കാനോ ചിന്തിക്കാനോ ഒന്നും കഴിയാതെ വണ്ണം, പകൽ വെളിച്ചം കാണാൻ കഴിയാതെ വണ്ണം, ഇനി അടുത്ത ദിവസം തനിക്ക് എന്താണ് സംഭവിക്കുന്നുള്ളതായ തിരിച്ചറിവ് പോലും ഇല്ലാതെ നിരാശരായി കഴിയുന്നതായ ഒരവസ്ഥയിലാണ് ഓരോ തടവുകാരനും കടന്നു പോകുന്നത്. അവിടെ കിടന്നുകൊണ്ടാണ് പൗലോസ് എഴുതുന്നത് സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന്. ആദ്യത്തെ അധ്യായം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും എന്തുകൊണ്ടാണ് പൗലോസിന് ഇങ്ങനെ പറയാൻ കഴിയും, അല്ലെങ്കിൽ പൗലോസിന് എങ്ങനെയാണ് ഈ സാഹചര്യത്തെ അതിജീവിക്കുവാൻ കഴിഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞതായ തടവറയുടേതായ പശ്ചാത്തലം നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ കാണാൻ കഴിയും. ഈ പുസ്തകത്തിൽ ഒരു സ്ഥലത്തും
ഒരു വരി പോലും കാണാൻ കഴിയില്ല താൻ അനുഭവിച്ചതായ ദുഃഖങ്ങളിലെ അല്ലെങ്കിൽ പ്രയാസങ്ങളിലെ തണുപ്പിൻ്റെ തടവറയുടേതായ ക്രൂരത എന്താണെന്ന് ഒരു വരി പോലും ഫിലിപ്പ് ലേഖനത്തിലോ മറ്റൊരു ലേഖനത്തിലോ കാണാൻ കഴിയില്ല. നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കിയെടുക്കുന്നത് ചരിത്രപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. റോമൻ ഗവൺമെന്റിന്റെ പശ്ചാത്തലത്തിലുള്ളതായ തടവറകളുള്ളതായ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് തടവുകാരെ പാർപ്പിച്ചത്, അതുകൊണ്ട് പൗലോസും അങ്ങനെയാണ് കടന്നുപോയത്. ഇത് നമ്മളുടെ ഊഹം മാത്രമാണ്. എന്തുകൊണ്ടാണ് പൗലോസിന് ഇത്രയും പ്രയാസമേറിയതായ കഠിനമേറിയതായ അവസ്ഥകളിലൂടെ കടന്നു പോയപ്പോഴും അതിനെക്കുറിച്ച് ഒരു വരി പോലും എഴുതേണ്ടി വന്നില്ലാത്തത്, അല്ലെങ്കിൽ എഴുതാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കൽ പോലും പൗലോസ് അതിൽ പെട്ടുപോയില്ല, അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് തനിക്ക് തോന്നിയിരുന്നില്ല എന്നുള്ളതാണ്. തന്നെ വേദനിപ്പിക്കുന്ന, തന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നതായ ഒരു അനുഭവമായിട്ട് തനിക്കതിനെ കാണാൻ കഴിഞ്ഞില്ല. തനിക്കൊരു പ്രശ്നമായിട്ട് അത് തോന്നിയതില്ല എന്നതുകൊണ്ടാണ് പൗലോസിന് അത് എഴുതേണ്ടി വരാത്തത്. പൗലോസിന് ഒരിക്കൽ പോലും ഒരു വരി പോലും എഴുതാത്തതിന്റെ കാരണം അതാണ്, താൻ അതൊരു പ്രശ്നമായിട്ട് കണക്കാക്കിയതേയില്ല. ഫിലിപ്പ് ലേഖനം 3-ാം 7 മുതൽ 11 വരെ. എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്തതെന്ന് എഴുതിയിരിക്കുന്നു. അത്രയും വല്ല എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചെയ്യണമെന്ന് എഴുതുന്നു. ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തു യേശുവിനുള്ള ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവടുതെന്ന് എഴുതുന്നു. നമുക്ക് അവിടെ പറയാണ്, എനിക്ക് ലാഭമായിരുന്നതൊക്കെ, അല്ലെങ്കിൽ ഞാൻ കടന്നു പോകുന്നതായ ജീവിതത്തിൽ എനിക്ക് ശ്രേഷ്ഠമായ പദവികളുണ്ടായിരുന്നു, പണസമ്പാദനത്തിന് മാർഗങ്ങളുണ്ടായിരുന്നു, ബഹുമാനമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, പദവികളുണ്ടായിരുന്നു. എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണും, നഷ്ടം, അല്ലെങ്കിൽ അത് പരിഗണിക്കുകയാണ്. അങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത് പൗലോസ്. അത്രമേൽ എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പിൻപറ്റുന്ന കർത്താവായ യേശു ക്രിസ്തുവിലുള്ളതായ എൻ്റെ അനുഗ്രഹം എന്താണ്, എൻ്റെ ഏറ്റവും അവസാനം ലഭിക്കുന്നതായ അനുഗ്രഹം എന്താണെന്നുള്ളതായ ആ ഒരു പരിജ്ഞാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നും പ്രശ്നമല്ലാതെ വരും. ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിനുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും യേശുവിന് ശരിയായ, അല്ലെങ്കിൽ താൻ കടന്നു പോകുന്ന ലക്ഷ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ പറയാണ്, ക്രിസ്തുവിനെ നേടേണ്ടതിന്, ക്രിസ്തുവിൽ ഇരിക്കേണ്ടതിന്, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുവാൻ, അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും. ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. പൗലോസിൻ്റെതായ പരിഗണനകൾ, മുൻഗണനകൾ വേറെയാണ്. വരാനുള്ളതായ ലോകത്തിലുള്ളതായ അനുഗ്രഹങ്ങളാണ് അവൻ്റെ പരിഗണനകൾ. യോബിന്റെ പുസ്തകം 1-ാം 21 തുടർച്ചയായിട്ട് ദുരന്തങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും യോബ് എന്ന മനുഷ്യൻ പതറാതെ എല്ലാവരും ഓർത്തുപോയി, ഈ മനുഷ്യൻ എങ്ങനെ ഇത് സഹിക്കും, ഇതിനെ എങ്ങനെ അതിജീവിക്കും, അവന്റെ ജീവിതത്തെ തകർത്ത് കളയും, അവൻ നേടിയതും സമ്പാദിച്ചതും കിട്ടിയതുമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടപ്പോൾ, അവന്റെ മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ ഇതെങ്ങനെ സഹിക്കുമെന്ന് ഓർത്തുകൊണ്ട് ഓരോ മനുഷ്യനും അവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യോബ് വ്യത്യസ്തനായിരുന്നു. 21 നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ എന്ന് പറഞ്ഞു. തന്റെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹീതമായ തലത്തിലേക്ക് ഉയരുമ്പോഴും ഉയർത്തപ്പെടുമ്പോഴും
തൻ്റെ ആത്യന്തികമായ അവസ്ഥ എന്താണെന്ന്, അല്ലെങ്കിൽ താൻ ഇതിലല്ല തൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമെന്ന്, ഇതിലാണ് തനിക്കുള്ളതിലല്ല തൻ്റെ അനുഗ്രഹം ഇരിക്കണം എന്നുള്ളതായ തിരിച്ചറിവിലാണ് ഇയ്യോബ് ജീവിച്ചത്. സാത്താൻ ആരോപിച്ചതുപോലെ അവൻ വെറുതെയോ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചിരുകൊണ്ടിരിക്കുന്നത്, നീ ഇതെല്ലാം ഇവന് കൊടുത്തിട്ടല്ലേ അവനെല്ലാം ഭക്തിയും മുറുകെ പിടിച്ചുകൊണ്ട് ഇതെല്ലാം നഷ്ടപ്പെടുത്തി നോക്ക്. പക്ഷെ ഇയ്യോബ് തെളിയിച്ചു, തൻ്റെ ഭക്തിയുടെ തൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തനിക്കുള്ളതല്ല എന്നുള്ളതായ വ്യക്തമായ ആ വിശ്വാസം അവൻ ഏറ്റുപറയുണ്ടായി. 2-ാം അധ്യായം 7 മുതൽ 10 വരെ. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളംകാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അവൻ ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെ താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവത്തെ തിരിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. മതി. ഒരു മാറാ രോഗത്തിൻ്റെതായ അനുഭവങ്ങളിലൂടെ കടന്നു പോവുക എന്നതാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും ദുരന്തമായ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ രോഗങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ ആദ്യം തകരുന്നത്, ആദ്യം നഷ്ടപ്പെട്ടു പോകുന്നത് മനസ്സിൻ്റെ ബലമായിരിക്കും. എത്രമാത്രം മാനസികമായിട്ട് ബലമുള്ളവനാണെങ്കിലും ഭയങ്കരമായ രോഗത്തിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ അവൻ അതിനാൽ തകർന്നു പോകുന്നതായൊരവസ്ഥയുണ്ടാകും. ആരോഗ്യത്തോടും ബലത്തോടും ഇരുന്നതായ ഇയ്യോബിനെ സംബന്ധിച്ച് അവൻ്റെതായ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കുകളാൽ ബാധിച്ച ചെറിയ രോഗമല്ല, പനിയോ ചുമയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗമല്ല. ഉള്ളങ്കാൽ മുതൽ നെറുക വരെ ബാധിച്ച് ഒരു ഓട്ടിൻ കഷ്ണമെടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരിക്കുന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും നിരാശജനകമായ അവസ്ഥ, അല്ലെങ്കിൽ ആരും അടുത്തു വരുന്നില്ല, തൻ്റെ കൂടെ നിൽക്കുന്നവരാരും കൂടെയില്ല, തന്നെ എല്ലാവരും ഉപേക്ഷിച്ചു പോയി, തന്നെ നാറ്റം വെക്കുന്നതായ, പഴുപ്പ് ചലിക്കുന്നതായ, അല്ലെങ്കിൽ ഈച്ച ആർക്കുന്നതായ ആ ഒരു അവസ്ഥയിൽ ആരും അവൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നില്ല. അവൻ തന്നെത്താൻ ചൊറുകി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ചെണ്ടി കൊടുക്കുകയാണ് തൻ്റെ ശരീരത്തിലെ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടി. ഏറ്റവും ഭയാനകമായ ഒരു നിരാശയിലേക്ക് പോകാവുന്നതായ ഒരു അന്തരീക്ഷത്തിലാണ് ഇയ്യോബ് ഇരിക്കുന്നത്. അവൻ്റെ ശരീരത്തിൻ്റെതായ വേദനകൾ മതി, പ്രശ്നങ്ങൾ മതി, രോഗം മതി അവനെ തകർത്ത് കളയും. പക്ഷേ അവിടെ മറ്റൊരു തകർച്ച കൂടി കടന്നു വരികയാണ്. അവൻ്റെ ഭാര്യ അവൻ്റെ അടുത്ത് ചെന്ന് പറയാണ്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ, ദൈവത്തെ തുതിച്ച് പറഞ്ഞ് മരിച്ചു കളയുക എന്ന് പറഞ്ഞു. തൻ്റെ കൂടെ ഇരുന്ന് തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട്, പോകട്ടെ സാരമില്ല, നന്നാകും, അല്ലെങ്കിൽ രോഗം മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കേണ്ടതായ, പുറത്തു തട്ടി സഹായിക്കേണ്ടതായ ഭാര്യ പറയാണ്, നീ പോയി മരിച്ചു കളയുക. അവൻ്റെ എല്ലാ നന്മയും അനുഭവിച്ചതായ ഭാര്യ പറയുകയാണ്. എന്നിട്ടും ഇയ്യോബ് തകർന്നില്ല. ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു, നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുത് എന്ന് പറഞ്ഞ് ഇതിനാൽ ഇയ്യോബ് പാപം ചെയ്തില്ല. ഇയ്യോബിൻ്റെ പരിഗണനകൾ, ഇയ്യോബിൻ്റെ കാഴ്ചപ്പാടുകൾ നാം വിചാരിക്കുന്നതിനേക്കാൾ ഉന്നതമായിരുന്നു. തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടാലും, തൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാലും, തനിക്കെൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ ദൈവത്തോടുള്ള ബന്ധം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങനെയല്ല ദൈവത്തെ കണ്ടത്. കാഴ്ചപ്പാടുകളാണ് പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നമ്മെ പര്യാപ്തമാക്കുന്നത്. ഒരു തലവേദന വന്നാൽ, ഏതെങ്കിലുമൊക്കെ രോഗം വന്നാൽ നിരാശയിലേക്ക് പോകുന്നതായ വിശ്വാസമല്ല, കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ പരിപാലനത്തെക്കുറിച്ച്. പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 24. കർത്താവിനെ സേവിച്ചു ബന്ധനങ്ങളും കഷ്ടങ്ങളും
ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിനും കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്ന് എനിക്കുള്ളൂ. ഞാൻ യെരൂശലേമിലേക്ക് കടന്നു പോകാൻ പോകുമ്പോൾ അവിടെ എന്നെ അനേക ബന്ധനങ്ങൾ, അനേക പ്രശ്നങ്ങൾ എന്നെ കാത്തിരിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ അത് ഫീലിംഗ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനതിന് പര്യാപ്തമാണ്. കാരണം എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. എൻ്റെ ജീവിതത്തെ ഞാൻ പരിഗണിക്കുന്നില്ല. എൻ്റെ നേട്ടങ്ങളെ ഞാൻ പരിഗണിക്കുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിൽ സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു എന്ന ശുശ്രൂഷയും തികക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. പൗലോസിൻ്റെതായ കാഴ്ചപ്പാടുകൾ അതാണ്. 5-ാം അധ്യായം പ്രവൃത്തി 40-41. തിരുനാമത്തിന് അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ച് ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്നും പുറപ്പെട്ടു പോയി. നോക്കാം, അവിടെ പറയാണ് തിരുനാമത്തിന് വേണ്ടി അടികൊള്ളുവാൻ. സുവിശേഷ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭ ആരംഭിച്ചിട്ട് അധിക സമയമായില്ല. സുവിശേഷ വേല ഇങ്ങനെ വ്യാപിച്ചു വരുന്നതേയുള്ളൂ. 4-ാം അധ്യായത്തിലാണ് ഉപദ്രവങ്ങളുടെ ആരംഭം കാണുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് പോലും തങ്ങൾ ഏൽക്കുന്നതായ അടിയെ, തങ്ങൾക്കുണ്ടായതായ പ്രശ്നങ്ങളെ, അതെല്ലാം അവരെ കാഴ്ചപ്പാട് വേറെയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി നടന്നിട്ട് എനിക്കിത് കൊള്ളേണ്ടി വന്നല്ലോ എന്നുള്ള ചിന്തയല്ല, എനിക്കിത് അവസരം തന്നല്ലോ ദൈവം. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർക്കറിയാം അതിനൊരു യോഗ്യത വേണം. കർത്താവിന് വേണ്ടി അടികൊള്ളണമെങ്കിൽ, കർത്താവിന് വേണ്ടി ദുഃഖം അനുഭവിക്കണമെങ്കിൽ അതിനൊരു യോഗ്യത ഉണ്ടാകണം. അത് ഞങ്ങളിൽ കണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 16 മുതൽ 18 വരെ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. എല്ലാ മനുഷ്യരെയും ബാധിക്കും ഈ പ്രശ്നങ്ങൾ. ദൈവമക്കൾ രോഗങ്ങളിൽനിന്നോ ദുരന്തങ്ങളിൽനിന്നോ ദുരിതങ്ങളിൽനിന്നോ വേർപെടുത്തപ്പെട്ടവരല്ല. അവർക്ക് ഇതൊരിക്കലും പറ്റില്ല, വരില്ല എന്ന് ചിന്തിക്കരുത്. പൗലോസും ഇതിലൂടെ കടന്നു പോവുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ശരീരത്തിന്റെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്നു. പലവിധമായ രോഗങ്ങൾ കടന്നു വരുന്നു, പ്രയാസങ്ങൾ കടന്നു വരുന്നു. അവിടെ പറയാണ് ഞങ്ങൾ അധൈര്യപ്പെടാതെ. പൗലോസിൻ്റെതായ കാഴ്ചപ്പാട് അതാണ്, അധൈര്യപ്പെടാതെ. ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അവർക്ക് തന്നെ അറിയാൻ കഴിയുമോ അവരുടെ ഉള്ളിലെ ആത്മാവ്, ആത്മികമായ വളർച്ച, ആത്മികമായ ശക്തി ഓരോ ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൻ്റെതായ ക്ഷീണം വർദ്ധിക്കുന്നുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, രോഗങ്ങൾ കടന്നു വരുന്നുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷെ അവരുടെ ഉള്ളിലുള്ളതായ ആത്മികമായ അവസ്ഥകൾ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യകരം ഞങ്ങൾക്ക് കേട്ടുവാൻ ഹേതുവാകുന്നു. അവരുടെ ജീവിതത്തിലെ കഷ്ടതയെക്കുറിച്ച് പറയുകയാണ്. നൊടി നേരത്തേക്കുള്ളതായ ലഘുവായ കഷ്ടം. വാസ്തവത്തിൽ അതങ്ങനെയല്ല. അവരുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് അവർ കൊണ്ടു നടക്കുകയാണ് ഈ വേദനയും പ്രശ്നങ്ങളും രോഗങ്ങളും. പക്ഷേ അവരുടെ കാഴ്ചപ്പാടുകളാണ് അതിനെ ലഘുവാക്കുന്നത്, നൊടി നേരത്തേക്കാക്കുന്നത്. നാളുകളായി അവർ രോഗബാധിതരായിരിക്കാം, പ്രശ്നബാധിതരായിരിക്കാം, ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അവരെ കാഴ്ചപ്പാടുകളാണ് അതിനെ ലഘുവാക്കി നൊടി നേരത്തേക്കുള്ളതാക്കി മാറ്റിയത്.
അതാണ് അവരെ അതിനെ അതിജീവിക്കുവാൻ പര്യാപ്തമാക്കുന്നത്. നൊടി നേരത്തേക്കുള്ളതായ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അത് ഞങ്ങൾക്ക് കാരണമാണ് ഈ വലിയൊരു ധനം കിട്ടുവാൻ. കാണുന്നതിനെയല്ല, കാണാത്തതിനെ എത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കാഴ്ചപ്പാടുകളുടെ വ്യത്യാസമാണ്, പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നതിൻ്റെ വ്യത്യാസമാണ്. ലഘുവാക്കണോ അതോ കഠിനമായി കാണണമോ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ ലഘുവായി കാണണമോ അതോ വലിയ പ്രശ്നമായിട്ട് കാണണമോ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഗോലിയാത്ത് കടന്നു വന്നപ്പോൾ ശൗലിന്, രാജാവായ ശൗൽ ഉൾപ്പെടെ എല്ലാവർക്കും ഗോലിയാത്ത് വലിയൊരു ഭയങ്കരനായ വ്യക്തിയായിട്ടാണ് ഫീൽ ചെയ്തത്. എന്നാൽ ദൈവവിശ്വാസിയായ, ദൈവത്തിൽ വിശ്വസിക്കുന്നതായ, ദൈവത്താൽ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നതായ ദാവീദ് നോക്കി കണ്ടപ്പോൾ അവൻ ഒന്നുമല്ലാത്തതായിട്ട് കണ്ട. ഒരു 5 കല്ല് മതി അവന്. വലിയ വലിയ ആയുധങ്ങളൊന്നും എടുക്കുന്നില്ല, 5 കല്ല് മതി ഇവനെ തകർക്കുവാൻ എന്ന വിശ്വാസം ദൈവത്താലാണെങ്കിൽ, ദൈവത്തിന്റെ സഹായത്താലാണെങ്കിൽ അവനെ തകർക്കുവാൻ 5 കല്ല് ധാരാളമെന്ന് വിശ്വസിക്കുന്നവനാണ് ദാവീദ്. റോമർ 8-ാം അധ്യായം 18-ാം വാക്യം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എഴുതുന്നു. പൗലോസ് പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഈ കാലത്തിൽ കഷ്ടങ്ങൾ ഇല്ല എന്നോ കഷ്ടങ്ങൾ വരില്ല എന്നോ നമ്മളെ അത് ബാധിക്കില്ല എന്നോ മറ്റുള്ളവരെ പോലെ അപകടങ്ങൾ സംഭവിക്കില്ല എന്നോ അല്ല പറയുന്നത്. അത് സാരമില്ല, അത് നിസ്സാരമാണ്. ദൈവം വാസ്തവത്തിൽ നമ്മെ രൂപപ്പെടുത്തുവാൻ വേണ്ടി, നമ്മെ പരുവപ്പെടുത്താൻ വേണ്ടിയാണ് കഷ്ടതകളെ ഉപയോഗിക്കുന്നത്. കഷ്ടത എന്ന തീച്ചൂളയിലൂടെയാണ് ദൈവ മനുഷ്യൻ ഉണ്ടായിത്തീരുന്നത്, അല്ലെങ്കിൽ ദൈവികമായ മനുഷ്യരുണ്ടായിത്തീരുന്നത്. റോമാലേഖനം 9-ാം അധ്യായം 19 മുതൽ 21 വരെ. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? ആർ അവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ എന്ന്. മതി. നോക്ക, ഒരു കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് നമ്മൾ. ഈ ഒരു കളിമണ്ണ് ഈ കുടമുണ്ടാക്കാനുള്ളതായ ഒരു നിലയിലേക്ക് രൂപപ്പെടുന്നതിന് ഒരു പ്രോസസ്സുണ്ട്, ഒരു പ്രക്രിയയുണ്ട്. പല പ്രാവശ്യം ഇത് ചവിട്ടി കുഴക്കപ്പെടും, പല പ്രാവശ്യം ഇത് ചവിട്ടി മെതിച്ചുകൊണ്ട് ഇരിക്കുന്നതായ അവസ്ഥയിലൂടെ കടന്നു പോകും. അല്ലെങ്കിൽ കുശവൻ അനേക തവണയാണ് ഇതിനെ ചവിട്ടി മെതിച്ച് വല്ലാത്ത അവസ്ഥയിലൂടെ കൊണ്ടുപോകുന്നത്. ആ ഒരു വലിയൊരു മർദ്ദനത്തിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഈ കളിമണ്ണ് ഇങ്ങനെയെല്ലാം രൂപപ്പെടുന്നത്. ദൈവം നമ്മളെ പലപ്പോഴും രൂപപ്പെടുത്തിയെടുക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിലേക്ക് വളർത്തിയെടുക്കുന്നത് ഈ കഷ്ടതയിലൂടെയാണ്. ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മളെ വിശ്വാസത്തിൽ ശക്തന്മാരാക്കുകയാണ്. യാക്കോബ് 1-ന്റെ 2-ാം വാക്യം 2 മുതൽ 3 വരെ. സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമുണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തെയാണ് പ്രശ്നങ്ങൾ ബാധിക്കുന്നതെന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെതായ ചലനത്തെയാണ് ബാധിക്കുന്നതെന്നാണ് അനേകരും ചിന്തിക്കുന്നത്.
പക്ഷേ അത് ആത്യന്തികമായിട്ട് ബാധിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെയാണ്. ആദ്യം അത് മാനസികമായ തലത്തിലേക്ക് കടന്നു പോകും, മാനസികമായ ബലം നഷ്ടപ്പെടുത്തും, ഒന്നും ചിന്തിക്കാൻ കഴിയാത്തതായ തലത്തിലേക്ക് കടന്നു പോകും, നിരാശയിലേക്ക് കടന്നു പോകും, അല്ലെങ്കിൽ ആലോചിക്കുവാൻ പോലും കഴിയാത്തതായ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകും. അതിനുശേഷം അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കും. ഇവിടെ യാക്കോബ് പറയാണ്, സഹോദരന്മാരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, വിവിധ പരീക്ഷകളിൽ ദൈവജനം അകപ്പെടും, അതിലൂടെ കടന്നു പോകും, അതിലൂടെ കടന്നു പോകേണ്ടവരാണ്. പക്ഷെ അവിടെ പറയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷമെന്നുണ്ണുവിൻ. നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പരിശോധനയാണ് നാം എത്രമാത്രം വിശ്വാസത്തിൽ ശക്തന്മാരാണ്, നാം എത്രമാത്രം നമ്മുടെ വിശ്വാസം ഇതിനെ നേരിടുവാൻ പര്യാപ്തമാണ്. ഇയ്യോബിനെ കുറിച്ച് ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നു, ഏതിലൂടെ കടന്നുപോയാലും ഇയ്യോബിന് നിൽക്കാൻ കഴിയും. അവന്റെ വിശ്വാസം ഉയർന്നതാണെന്ന് ഇയ്യോബിന് അറിയാം, ദൈവത്തിന് അറിയാമായിരുന്നു. അവിടെ ദൈവം വിചാരിച്ചതുപോലെ തന്നെ ഇയ്യോബ് അതിനെ അതിജീവിക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിലും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസം എത്രമാത്രം ശക്തമാണ്, അല്ലെങ്കിൽ ഇനിയും ശക്തീകരിക്കേണ്ടതുണ്ടോ എന്നൊക്കെയും പരിശോധിക്കുന്നതായ അവസ്ഥയാണ്. അത് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് അവിടെ ഇരിക്കുന്നത്. യാതൊരു കുഴപ്പവുമില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, രോഗങ്ങളില്ലാതെ സുഖകരമായിട്ട് മുന്നോട്ട് കടന്നു പോകുന്നതായ അന്തരീക്ഷത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു വിശ്വാസത്തിലേക്കാണ് കഷ്ടതയിൽ നമ്മൾ കടന്നു പോകുന്നത്. വൈകുന്നേരം ഒരു അധ്യായം വായിച്ച് 15 മിനിറ്റ് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുന്നതായ നമ്മളെ സംബന്ധിച്ച് ഒരു രോഗങ്ങൾ കടന്നു വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ, പെട്ടെന്നുണ്ടാകുന്ന ദുരന്തങ്ങൾ കടന്നു പോകുമ്പോൾ സമയം നോക്കില്ല, എത്രമാത്രം അല്ലെങ്കിൽ അധ്യായങ്ങൾ നോക്കില്ല, എപ്പോഴും ഏത് സമയത്തും പ്രാർത്ഥിക്കുവാൻ എഴുന്നേറ്റിരിക്കും, എപ്പോഴും ബൈബിൾ വായിക്കും, എപ്പോഴും ആ ഒരു ചിന്തയിലും ആത്മീകമായ അന്തരീക്ഷത്തിലുമായിരിക്കും. ഇങ്ങനെയാണ് ദൈവം നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. 12-ാം വാക്കിൽ വായിക്കും, 1 യാക്കോബ്. പരീക്ഷ സഹിക്കുന്നവനായി അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷയെ അതിജീവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദുരന്തങ്ങളെ അതിജീവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം നമ്മളെ കൊള്ളാവുന്നവനാക്കി തീർക്കുന്നതായ ഒരു പ്രക്രിയയാണ് ഇതിൽ സംഭവിക്കുന്നത്. നമുക്ക് തന്നെ അറിയാൻ കഴിയും, നമ്മുടെ ഇന്നലത്തെ അവസ്ഥയല്ല ഇന്ന്, ഇന്നലത്തെ പ്രാർത്ഥനയല്ല ഇന്ന്. ഇന്നലെ പ്രാർത്ഥനയാണെങ്കിൽ ഇന്ന് നിലവിളിയാണ്. ഇന്നലെ വെറുതെ ഓടിച്ച് വായിച്ചതാണെങ്കിൽ ഇന്ന് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. വായിക്കുമ്പോൾ തന്നെ ആശ്വാസം ലഭിക്കുകയാണ്, വായിക്കുമ്പോൾ തന്നെ അനുഗ്രഹം ലഭിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് പറയാണ്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ആത്മികമായ വളർച്ചയിൽ നമ്മെ പാകപ്പെടുത്തുന്ന വിധത്തിൽ, ആത്മികമായൊരു പക്വതയിലേക്ക് കൊണ്ടുപോകുന്നതിൽ, ആത്മികമായൊരു ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ കഷ്ടതകൾക്കും പ്രശ്നങ്ങൾക്കും ഒരു വലിയ പങ്കുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം 3-4. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. നമുക്ക് കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാൻ കഴിയണം. അത് നല്ലതായിരുന്നു എന്ന് പറയാൻ കഴിയണം. ആ ദുരന്തം, ആ പ്രശ്നം, ആ അപകടം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അതിൻ്റെ നന്മയ്ക്ക് കാരണമായി തീർന്നു.
കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. അതൊരു പക്ഷെ പടിയായിട്ടുള്ളതായ ഒരു വളർച്ച, ഒരു പാകതയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. കഷ്ടത തുടർച്ചയായിട്ട് കഷ്ടത അനുഭവിക്കുമ്പോൾ അതൊരു തരം സഹിഷ്ണുതയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എന്തും അനുഭവിക്കുവാൻ കഴിയുന്ന പാകത്തിലേക്ക്. എന്ത് ദുരന്തങ്ങൾ വന്നാലും എന്ത് ദുരിതങ്ങൾ വന്നാലും അതെല്ലാം അനുഭവിക്കുവാൻ കഴിയുന്ന, നേരെ നിന്നുകൊണ്ട് അനുഭവിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് ഒരു സഹിഷ്ണുതയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. തുടർച്ചയായി ആ ഒരു സഹിഷ്ണുതയുള്ളതായ ജീവിതം നയിക്കുമ്പോൾ, എന്തിനേയും നേരിടുവാനുള്ളതായ പര്യാപ്തതയോട് ജീവിക്കുമ്പോൾ അതൊരു സിദ്ധതയിലേക്ക്, അല്ലെങ്കിൽ ഒരു ആത്മികമായൊരു പക്വതയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ആത്മിക പക്വതയാണ് പ്രത്യാശ തരുന്നത്. ഇതിനും അപ്പുറമുള്ളതായ ഒരു ജീവിതത്തെക്കുറിച്ച്, പ്രശ്നങ്ങളില്ല, കണ്ണുനീരില്ല, ദുഃഖങ്ങളില്ലാത്തതായ ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നത് വാസ്തവത്തിൽ ഈ ഒരു സഹിഷ്ണുത അല്ലെങ്കിൽ കഷ്ടതയാണ്. 2 പത്രോസ് 1:4-7 വരെ. അവയാൽ അവൻ നമുക്ക് വലിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയത്തോട് സ്ഥിരതയോട് ഭക്തിയോട് സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുന്നു. മതി. ഇവ നിങ്ങൾക്കുണ്ടായെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാന സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. ആത്മിക വളർച്ച എന്ന് പറയുന്നത് അതൊരിക്കലും ബൈബിൾ വായിച്ച് മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നല്ല. ദൈവവചനത്താലാണ് നമുക്ക് ആത്മിക വളർച്ച ഉണ്ടാകുന്നത്. നമ്മൾ ഈ കഷ്ടത്തിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ആ ദൈവവചനത്തിൻ്റെ ഫലപ്രാപ്തിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഫലത്തിലേക്കാണ് കടന്നു പോകുന്നത്. പല വിധത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങളെക്കുറിച്ച്. കഷ്ടത ഒരുതരം ദൈവികമായ ഒരു ശിക്ഷണ രീതി കൂടിയാണ്. ദൈവം നമ്മെ ശിക്ഷിച്ച് വഴി നടത്തുന്നതായ ഒരു രീതിയാണ്. ആവർത്തനം 8-ാം അധ്യായം 2-5 വരെ. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ യുദ്ധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. ഇസ്രായേൽ മക്കൾ മരുഭൂമി യാത്ര, അല്ലെങ്കിൽ 40 വർഷം മരുഭൂമി യാത്ര ചെയ്തു. ബൈബിളിൽ എല്ലായിടത്തും കാണാൻ കഴിയുന്നത് അത് ദൈവത്തിൻ്റെ ക്രോധഫലമായിട്ടാണ്, ദൈവത്തോട് മത്സരിച്ചതിൻ്റെ ഫലമായിട്ടാണ്. സങ്കീർത്തനത്തിൽ രാവിലെ നമ്മൾ കേൾക്കുകയുണ്ടായി, ദൈവത്തോട് അവർ മത്സരിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ഒരുതരം ദൈവത്തിൻ്റെതായ ശിക്ഷയാണെന്ന് നമുക്കവിടെ തോന്നുമെങ്കിലും ദൈവം അവരെ ഈ ഒരു കാലയളവ് മുഴുവനും രൂപപ്പെടുത്തുകയാണ്. ദൈവം ആരാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ദൈവം എങ്ങനെയാണ് ദൈവത്തിന്റെ ജനത്തോട് നിൽക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പുറപ്പെട്ടതായ ആ മുതിർന്ന വ്യക്തികളിൽ 2 പേരൊഴികെ ബാക്കി എല്ലാവരും നശിച്ചു പോയി. എല്ലാവരും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ യാത്രയിൽ നഷ്ടപ്പെട്ടു പോയത്, മരിച്ചു പോയത്. അനേകരും അതിൽ ദൈവത്തിൻ്റെതായ ശിക്ഷാവിധിയുടെ ഭാഗമായിട്ട് മരിച്ചു പോയവരുണ്ട്, ദൈവത്തോട് മത്സരിച്ചിട്ട് മരിച്ചു പോയവരുണ്ട്. ഈ ലക്ഷക്കണക്കിന് പേരുടേതായ മരണമായിരുന്നു അതിൻ്റെ പുറകെ വന്ന കുഞ്ഞുങ്ങൾക്കുള്ളതായ പാഠങ്ങൾ.
ഇത്രയും വലിയതായ ആ ജനക്കൂട്ടം കടന്നു വരുന്നതായ വഴിയിൽ ഉണ്ടായ കുഞ്ഞുങ്ങളാണ് ആ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടത്. ദൈവം അവരെ ശിക്ഷിച്ച് നടത്തുന്നതായ വഴി നടത്തുന്നതായ ഒരു മാർഗമായിരുന്നത്. നിന്റെ ദൈവമായ യഹോവയിൽ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമി നടത്തിയ വിധമൊക്കെ ഓർത്തുകൊള്ളുവിൻ. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും ദൈവം പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിപ്പിക്കുന്നതെന്ന് ഗ്രഹിക്കേണ്ടതിനും നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വിങ്ങിയില്ല. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്ന പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തിയെന്ന് ഓർത്ത് ധ്യാനിച്ചുകൊള്ളുവിൻ. അവർക്ക് വലിയൊരു പാഠമാണ് കൊടുത്തത് ദൈവത്തിൻ്റെതായ. അവരെ ദൈവം തൻ്റെ നല്ല മക്കളായിട്ട് രൂപപ്പെടുത്തിയതായ ഒരു കാലയളവ് കൂടിയാണ് 40 വർഷം. എബ്രായ ലേഖനം 12-ാം അധ്യായം 5 മുതൽ 11 വരെ. അവനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിക്കുകയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പനെ ശിക്ഷിക്കാത്ത മകൻ എവിടെയുണ്ട്? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, അവരെ ഇടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോകുമല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലേ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്ര. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലും അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മറന്ന് ജീവിക്കുന്നതായ ചില സമയങ്ങളിൽ ഒരുപക്ഷെ അത് നമ്മുടെ ജീവിതത്തിലെ സമൃദ്ധിയുടേതായ ഒരു കാലം കൂടിയായിരിക്കും. സമൃദ്ധിയിലേക്ക് മനുഷ്യൻ കടന്നു വരുമ്പോൾ ആവശ്യങ്ങൾക്ക് യാതൊരു അല്ലെങ്കിൽ പണത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത സമയങ്ങളിൽ, ആരോഗ്യത്തോടും ബലത്തോടും ജീവിക്കുന്നതായ സമയങ്ങളിൽ, ഒരുപക്ഷെ നമുക്ക് ദൈവത്തെ വേണ്ട എന്ന് തോന്നുന്നതായ സമയങ്ങളിൽ, നാം ദൈവത്തെ മറന്ന് ജീവിക്കുന്നതായ കാലങ്ങളിൽ ദൈവം ചില പ്രശ്നങ്ങൾ, ദൈവം ചില ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. നമ്മളെ ഒന്ന് ശിക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മെ ഒന്ന് വഴി നടത്താൻ വേണ്ടി, തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. അവിടെ പറയാണ് കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. ദൈവം നമ്മളെ ശിക്ഷിക്കുമ്പോൾ, ദൈവം നമ്മളെ പ്രശ്നങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ, വിട്ടുകൊടുക്കുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കാത്തു പരിപാലിക്കുന്നതായ ദൈവത്തിൻ്റെ കരം അല്പനേരത്തേക്കൊന്ന് മാറ്റിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആ വലിയ പ്രശ്നം കടന്നു വരികയാണ്. അവസാനം 11-ാം വാക്യം പറയാണ്, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അതൊരു പ്രോസസ്സാണ്. ദൈവം നമ്മെ കൊണ്ടുവരുന്നതായ ആ നീതി എന്ന സമാധാന ഫലത്തിലേക്ക് കൊണ്ടുവരികയാണ്. സദൃശവാക്യം 3:11. അവിടെ പറയാം, മകൻ യഹോവയുടെ ശിക്ഷ നിരസിക്കരുത്, അവൻ്റെ ശാസനയെങ്കിൽ മുഷികയും. അപ്പോൾ ദൈവം നമ്മളെ അടിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പ്രശ്നങ്ങൾ ചിലപ്പോഴെങ്കിലും കൊണ്ടുവരുന്നത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയാണ്, നമ്മളെ ഒന്ന് ആത്മീകമായിട്ട് ഉണർത്താൻ വേണ്ടിയാണ്, നമ്മൾ പോകുന്ന പാത ശരിയല്ല എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്, നീ ഇപ്പോൾ ഏകദേശം വീണുപോയെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് പലപ്പോഴും കഷ്ടങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നത്. 119-ാം സങ്കീർത്തനം 71-ാം വാക്യം. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമാണ്.
ദൈവം കഷ്ടതകളിൽ മാത്രം പഠിക്കാൻ കഴിയുന്ന ചില പാഠങ്ങളുണ്ട്. ജീവിതം സുഖകരമായിരിക്കുമ്പോൾ, നന്നായിരിക്കുമ്പോൾ ഇതൊന്നും പറഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. കഷ്ടതകളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സങ്കീർത്തനകാരൻ പറയാണ്, ഞാൻ നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. എനിക്ക് ആ രോഗം വന്നത്, പ്രശ്നം വന്നത് എനിക്ക് വലിയ ഗുണമായി. 6 മാസം കാല് വയ്യാതെ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ട് കടന്നപ്പോൾ, മറ്റൊന്നിനും പോകാൻ കഴിയാതെ ഇരുന്നപ്പോൾ കൂടുതൽ ബൈബിൾ വായിക്കാൻ സാധിച്ചു, കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സാധിച്ചു, ദൈവത്തിൻ്റെതായ വചനങ്ങൾ കേൾക്കാൻ സാധിച്ചു. അന്ന് വരെ വചനം വായിക്കാൻ സമയമില്ലാതെ ഓട്ടമായിരുന്നു, പ്രാർത്ഥിക്കാൻ സമയമില്ല. ദൈവം 6 മാസം കിടത്തിക്കൊണ്ട് ബൈബിൾ വായിപ്പിച്ചു. ഇവിടെ പറയാണ്, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായിരുന്നത് എനിക്ക് ഗുണമായി. ചില സമയങ്ങളിലെങ്കിലും ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ രോഗക്കിടക്കയിലായിരിക്കാം, കഷ്ടതയുടെ നടുവിലായിരിക്കാം, ബുദ്ധിമുട്ടുകളുടെ നടുവിലായിരിക്കാം ഏറ്റവും അധികമായിട്ട് ബൈബിൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഏറ്റവും അധികമായിട്ട് ബൈബിൾ വായിച്ചാൽ തിരിച്ചറിയാൻ കഴിയുന്നത്, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന പലപ്പോഴും രോഗക്കിടക്കയിലായിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15:2 എന്നാൽ എങ്ങനെ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കി കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കൊടുക്കായ്ക്കേണ്ടതിന് ചെത്തിവെടുക്കാറുണ്ട്. കായ്ക്കാത്തത് നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാകും. ചില കാര്യങ്ങൾ ചെത്തിക്കളയുമ്പോൾ, ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ, ചില കാര്യങ്ങൾ നഷ്ടമുണ്ടാകുമ്പോൾ പ്രയാസപ്പെടേണ്ട ദൈവം അത് നമ്മളെ അല്ലെങ്കിൽ നമുക്ക് ഫലം കായ്ക്കുവാൻ വേണ്ടി സഹായിക്കുകയാണ്. ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നതും ഈ കഷ്ടതയിലൂടെ കടന്നുപോയിക്കൊണ്ട് തന്നെയാണ്. പല സ്വർണവും അല്ലെങ്കിൽ വെള്ളിയും പോലുള്ളതായ ലോഹങ്ങൾ ആ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ കീടങ്ങളും അഴുക്കുകളൊക്കെ നീക്കം ചെയ്ത് ശുദ്ധ സ്വർണമായിട്ട് പുറത്തു വരുന്നത് പോലെ നാം പുറത്തു വരികയാണ്. 1 പത്രോസ് 1:6-7 അതിൽ നിങ്ങൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ആത്മികമായ ജീവിതത്തിൽ നാം കടന്നു പോകുന്നതായ സന്ദർഭങ്ങളിൽ അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. 1, 2 ചിലപ്പോഴൊക്കെ അല്ല, ഒന്നിന് പുറകെ ഒന്നായിട്ട് ചിലപ്പോൾ കടന്നു വരും. ഒന്ന് ആശുപത്രിയിൽ നിന്ന് കടന്നു വന്ന് തിരിച്ച് കടന്നതേ ഉള്ളൂ, വീണ്ടും ആശുപത്രിയിലേക്ക് കടന്നു പോകുന്നതായ അവസ്ഥ. നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ, പൊന്ന് എത്രമാത്രം തീയിലൂടെ കടത്തിവിട്ട് എത്രമാത്രം ശുദ്ധീകരിക്കപ്പെട്ടാലും അത് അഴിഞ്ഞു പോകുന്നതാണ്, നഷ്ടപ്പെടുന്നതാണ്, നശിച്ചു പോകുന്നതാണ്, ഇല്ലാതായി പോകുന്നതാണ്. പക്ഷേ ഇവിടെ പറയും, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ഇന്ന് നിങ്ങൾ കഷ്ടത്തിലൂടെ കടന്നുപോയത് കൊണ്ട്, പ്രയാസങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ട്, അല്ലെങ്കിൽ അനേക നഷ്ടങ്ങൾ ഉണ്ടായതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസമാണ് പരിശോധിക്കപ്പെട്ടത്. അതിൻ്റെ മഹത്വം കാണുന്നത്, അതിൻ്റെതായ ലാഭം കാണുന്നത്, അതിൻ്റെതായ നേട്ടം കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിലാണ്. മലാഖിയുടെ പുസ്തകം 3:2-3 എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാൻ? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നുകൊണ്ട് ലേവിപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ
നീതിയിൽ യഹോവയ്ക്ക് വഴിപാടർപ്പിക്കും. ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്ന വിധത്തിൽ, ദൈവത്തിന് ആരാധന സമർപ്പിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഒരുവൻ ഉയർത്തപ്പെടുന്നത് ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ്. പൊന്നുപോലെ വെള്ളി പോലെയൊക്കെയും ആ അഗ്നിയിലൂടെ കടന്നു പോകുമ്പോഴാണ് അവൻ ശുദ്ധീകരിക്കപ്പെടുന്നത്. യെശയ്യാവ് 48:10. ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിയെപ്പോലെ അല്ലതാനും. ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിൽ ആകുന്നു ശോധന കഴിച്ചത്. ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത്. നമുക്കൊരുപക്ഷെ ചിലപ്പോൾ തോന്നും, ഇത്രയ്ക്കും വേണ്ടിയിരുന്നില്ല കർത്താവ്, ഇത് ഭയങ്കര കഠിനമാണ്. ദൈവം പറയാണ്, ഞാൻ നിന്നെ ചൂളയിലാണ് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ എപ്പോഴും കെടാത്ത തീ കത്തുന്നതായ ചൂളയിൽ കിടക്കുന്ന അനുഭവമായിരിക്കും നിനക്ക്. അതിനെ പരിശോധിക്കുകയാണ്, ശോധന ചെയ്യുകയാണ്, നിന്നെ ഊതിക്കഴിക്കുകയാണ്. അല്ലെങ്കിൽ വെള്ളി പോലെ നീ പുറത്തു വരുന്നതായ സമയത്തിന് വേണ്ടി. ഒരു വാക്യം കൂടി നമുക്ക് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 17-18. സാഹചര്യങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ദൈവത്തോടുള്ള ബന്ധം നമ്മെ തെളിയിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെതായ വ്യാപ്തി, ആഴം തെളിയിക്കുന്നത് നമ്മുടെ മനോഭാവമാണ്. 3-ാം അധ്യായം 17-18. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല. ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. നിലങ്ങൾ ആഹാരം വിളയിക്കില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ഗോശാലകൾ കന്നുകാലി ഉണ്ടാകുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. നമുക്ക് എല്ലാം പ്രതികൂലമാണ്. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളക്കിയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകൾ കന്നുകാലികൾ ഉണ്ടായിരിക്കില്ല. ഉപജീവനത്തിന് ഒരു മാർഗവും ഉണ്ടായിരിക്കില്ല. പണസമ്പാദനത്തിന് ഒരു മാർഗവും, ജീവിതം മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതായ ഒരു കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് സഹായിക്കുന്നതായ ഒരു വസ്തുതകളും സാഹചര്യങ്ങളും ഉണ്ടായിരിക്കില്ല. ഹബക്കൂക്ക് പറയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഇതിനും അപ്പുറം ജീവിതത്തെ കാണാൻ കഴിയണം. പ്രശ്നങ്ങൾക്കും അപ്പുറം ജീവിതത്തെ കാണാൻ കഴിയണം. നമുക്കുള്ളതായ കാര്യങ്ങൾക്കും അപ്പുറം സന്തോഷിക്കാൻ കഴിയണം. ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയണം. ഇതാണ് പ്രശ്നങ്ങളെ നേരിടുവാൻ നമ്മെ പര്യാപ്തമാക്കുന്നത്. ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. കർത്താവ് പറയുണ്ടായി, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റത്തില്ല, നമുക്ക് അതിലൂടെ കടന്നു പോകുക തന്നെ ചെയ്യണം. കടന്നു പോയേ പറ്റൂ, അതിജീവിച്ചേ പറ്റൂ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നൽകപ്പെട്ടതായി വചനത്താൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കും.